ഒറ്റ വൈക്കോൽ വിപ്ലവം, ദ വൺ സ്ട്രോ റവല്യൂഷൻ. മസനോബു ഫുക്കുവോക്കയുടെ ഈ പുസ്തകം എന്താണെന്ന് നമുക്ക് നോക്കാം. അമേരിക്കക്കാർ ആധുനിക രീതിയിലുള്ള കൃഷി ജപ്പാനിൽ കൊണ്ടുവന്നു. അതോടെ കൃഷിക്കാരുടെ അധ്വാനം കുറഞ്ഞു. ഈ കൃഷിരീതി ജപ്പാനിൽ പെട്ടെന്ന് തന്നെ പ്രചാരം നേടി. നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചിരുന്ന പ്രകൃതി വളങ്ങൾ പുതിയ കൃഷിരീതികൾ വന്നതോടെ ജപ്പാൻകാർ ഉപേക്ഷിച്ചു. അതോടെ മണ്ണിൻ്റെ വളക്കൂർ നഷ്ടമായി തുടങ്ങി. ചെടികളുടെ കരുത്ത് കുറഞ്ഞു. അവയ്ക്ക് രാസവളം അത്യാവശ്യമായി. ഈ മാറ്റങ്ങളൊക്കെ നിരീക്ഷിച്ചു കൊണ്ടിരുന്ന ഫുക്കുവോക്ക കൃഷിക്കാർ നാട്ടിൻപുറങ്ങൾ വിട്ട് വ്യവസായ കേന്ദ്രങ്ങളിലേക്ക് ചേക്കേറുന്നത് വേദനയോടെ കണ്ടു. ജപ്പാനിലെ നാട്ടിൻപുറത്ത് ജനിച്ച ഫുക്കുവോക്ക ഏറെക്കാലം സസ്യരോഗങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തി. പിന്നീട് കൃഷി വിഭാഗത്തിൽ ജോലി നോക്കി. ഒരിക്കൽ ഒരു വയലിനരികിലൂടെ പോവുകയായിരുന്ന അദ്ദേഹം അവിടുത്തെ പുല്ലിനും കളയ്ക്കുമിടയിൽ നല്ല കരുത്തുള്ള നെൽച്ചെടി കാണാനിടയായി. ഉടനെ അദ്ദേഹത്തിന് ഒരു ആശയം തോന്നി. പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന ഒരു പുത്തൻ കൃഷിരീതിയായിരുന്നു അത്. മണ്ണിനെയും മനുഷ്യനെയും ബന്ധിപ്പിക്കുന്ന ഈ കൃഷിരീതി അന്നുവരെ ഉണ്ടായിരുന്ന പല ധാരണകളെയും മാറ്റിമറിച്ചു. ഭൂമി ഉഴുതുമറിക്കാതെയും നെൽപ്പാടങ്ങളിൽ വെള്ളം കെട്ടി നിർത്താതെയും യന്ത്രങ്ങളും രാസവളങ്ങളും ഉപയോഗിക്കാതെയും ലാഭകരമായി കൃഷി ചെയ്യാമെന്ന് ഫുക്കുവോക്ക പരീക്ഷിച്ചറിഞ്ഞു. അങ്ങനെ 1973 ഫുക്കുവോക്കയുടെ കണ്ടെത്തലുകൾ ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന പുസ്തക രൂപത്തിൽ ഇറങ്ങി.